ഹായ് എല്ലാവർക്കും നമസ്കാരം. പതിവ് പോലെ നമ്മൾ ഇന്നും ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. താറിൻ്റെ ടൈലാംസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുമ്പത്തോട്ടിൽ കാണിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്കത് ഈ ഒരു സ്വിഫ്റ്റ് സ്പോർട്സ് കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്വിഫ്റ്റ് ഉണ്ട്. ഒരു വണ്ടി നമ്മൾ പുറത്തിറക്കി ഓൾറെഡി നിഹാലി ഇറക്കിയിടുന്നുണ്ട്. ഈ മൊബൈലിൽ നമുക്ക് മുമ്പ് വർക്ക് കഴിഞ്ഞ് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ ചെറിയ അപ്ഡേഷൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ ബിലാൽ അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഫംഗ്ഷനാക്കി സ്റ്റിയറിംഗ് കൺട്രോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഫംഗ്ഷനാക്കി നോക്കുകയാണ് കേട്ടോ. സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ് ആ ഒരു ഇതിലേക്ക് മാറ്റുന്നതാണിത്. അതിനുശേഷം അതേ മൊബൈലിൽ തന്നെ നമ്മളൊരു ആംബ്രസ്റ്റ്, ഒരു യൂണിവേഴ്സൽ ആംബ്രസ്റ്റ് ഫിക്സ് ആക്കുകയാണ്. ഏകദേശം ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. അതിനുശേഷം ആ മൊബൈലിൻ്റെ വൈപ്പർ ബ്ലേഡ് കണ്ടോ, രണ്ടും മാറ്റിയിട്ടുണ്ട്. 2 വൈപ്പർ ബ്ലേഡ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പഴയ വൈപ്പ് ബ്ലേഡാണ് കേട്ടോ അത്. ഏകദേശം അത് വർക്ക് കഴിഞ്ഞു അവർ പോവാണ്. ജസ്റ്റ് ഒന്ന് ഗാരേജിൽ പോകാൻ കേട്ടോ. നമ്മുടെ ആ ഒരു പ്രൈമർ അടിച്ച് ഇന്നോവ ഉണ്ടല്ലോ, അത് ഏകദേശം ഷെല്ലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് മുമ്പത്തെ ഒരു വീട്ടിൽ കാണിച്ചൊരു വണ്ടി ഉണ്ടല്ലോ, സെയിം കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഷെല്ല് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗാരേജിൽ ഇറങ്ങുന്നില്ല, എനിക്ക് അവിടെ നിന്ന് കലക്കിട്ട് വരെ പോകണ്ട. അങ്ങനെ ഗാരേജിലെത്തി. ഇതാണ് നമുക്ക് അടുത്ത് ഇറങ്ങാനുള്ളത്. ഫുൾ ഏകദേശം ഒരു 99% വർക്കും ഫിനിഷ് ആയിട്ടുണ്ട് ഇതിൻ്റെ. പോളോൻ്റെ വർക്ക് ഏകദേശം റൂഫ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ സെറ്റാണ്, പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലാക്കാണ് അടിക്കുന്നത്. മാറ്റായിരുന്നു, അതൊക്കെ നമ്മൾ ബ്ലാക്കിലേക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിലെ ബമ്പറും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ലോഗോ അതേപോലെ നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് അടുത്തായിട്ട് ഇറങ്ങാൻ പോകുന്ന ഇന്നോവ കേട്ടോ. നമ്മൾ മുമ്പ് കണ്ടല്ലോ, അതേ സെയിം കളറാണ്. നമ്മളൊരു കസ്റ്റമർ ആ ഒരു കളർ കണ്ടപ്പോൾ അത് തന്നെ മതി എന്ന് പറഞ്ഞാൽ കേട്ടോ. നല്ല രസമുള്ള കളറാണ്. അപ്പോൾ ഏകദേശം ഷെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലോറിൽ നമ്മൾ എന്തായാലും പെയിൻറ്റ് ചെയ്യും. അത് നോക്കുമ്പോൾ നമുക്ക് താറിൻ്റെ ഹെഡ്ലൈറ്റ് അപ്ഡേഷനാണ് കേട്ടോ. താറിൻ്റെ ഹെഡ്ലൈറ്റ് മാറ്റാനുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ, പാർക്ക് ഇൻഡിക്കേറ്റർ മാറ്റാനുണ്ട്. ബമ്പറും മാറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇൻഡിക്കേറ്റർ കണ്ടോ, ഇതാണ് നമ്മൾ ആ സ്മോക്ക് ഫിനിഷിൽ വരുന്ന പാർക്ക് വിത്ത് ഇൻഡിക്കേറ്ററാണ്, മെട്രിക്സ് ആണ്. അതേപോലെ തന്നെ ഹെഡ് ലാമ്പ് നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരുമിച്ചാണ് ഇനി ഒരു വണ്ടിയിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ സ്വിഫ്റ്റിനുള്ള കിറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ നമുക്ക് 4 പ്രൊജക്റ്റാണ് സ്വിഫ്റ്റിനുള്ളത്. അപ്പോൾ ഇത് 3 ബണ്ടിലായിട്ട് 4 കിറ്റ് ഇതിലുണ്ട് കേട്ടോ. 3 ബണ്ടിലായിട്ടാണ് നമുക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ 3 കിറ്റോടെ കാണുന്നുണ്ട്. കാരണം നമ്പർ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 6 ഭാഗത്തായി തുടങ്ങിയിട്ട് ഈ ഒരു ഹെഡ് ലാമ്പാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ റാങ്ക്ലർ ടൈപ്പ് ഹെഡ് ലാമ്പാണ് കണ്ടോ. ഈ ഹെഡ് ലാമ്പാണ് നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. സ്റ്റോക്ക് ഹെഡ് ലാമ്പിൻ്റെ ലുക്ക് കണ്ടോ. അപ്പോൾ നല്ല മാറ്റം ഉണ്ടാകും. കാരണം അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉള്ള ഇൻഡിക്കേറ്റർ വിത്ത് ഇൻഡിക്കേറ്റർ ഹെഡ് ലാമ്പാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്രില്ല് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഗ്രില്ലുമായിട്ട് നമ്മൾ ഒരു റാങ്ക്ലറിൻ്റെ ഗ്രില്ലും നമ്മളൊരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അയച്ചിട്ടത് പറ്റുള്ളൂ. ഏകദേശം ഇതൊക്കെ ഫുള്ള് ഒരു മാറ്റണം ആദ്യം. ബമ്പറും കാര്യങ്ങളൊക്കെ ഏകദേശം അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഗ്രില്ലും മുമ്പിലുള്ള ഓൾ പാർട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി നമുക്ക് ടിൻഡടിക്കാൻ വന്നതാണ് കേട്ടോ. ഈ വണ്ടി നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് വെച്ച് ബാക്കി എല്ലാ പോർഷനും നമുക്ക് ടിൻഡടിക്കാനുണ്ട്. ഓൾ പോർഷൻ ബാക്കി 4 സൈഡിൽ നമുക്ക് ടിൻഡ് ചെയ്യാനുണ്ട്. ഇൻഡിക്കേറ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു കേട്ടോ. ഇൻഡിക്കേറ്ററും അതേപോലെ ഇതിൽ പാർക്കുമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷനകം ഏകദേശം 2 സൈഡും കഴിഞ്ഞിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഓഫ് ആക്കിയാ പാർക്ക് ഓഫ് ആക്കിയാ നെക്സ്റ്റ് നമുക്ക് ഹെഡ് ലാമ്പ് അപ്ഡേഷൻ ആട്ടോ. ഹെഡ് ലാമ്പ് 1 സൈഡ് ഊരിയിട്ടുണ്ട്, 1 സൈഡ് ഊരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.